IAS ആവാൻ എന്ത് ചെയ്യണം, IPS യൂണിഫോം ഇടാനായി ഏത് പരീക്ഷ പാസ്സാവണം, ഏജ് എലിജിബിലിറ്റി എന്താണ്, എത്ര തവണ വരെ എഴുതാം, ഏതൊക്കെ പുസ്തകങ്ങൾ വായിക്കണം, ഇതെല്ലാം നമുക്ക് ഈ ചാനലിലൂടെ മനസ്സിലാക്കാം. ഒപ്പം തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് മുഴുവൻ സിലബസും പഠിക്കുകയും ചെയ്യാം, അതും കറണ്ട് അഫയേഴ്സിനോടൊപ്പം. അപ്പൊ തുടങ്ങാം അല്ലേ. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഈ എക്സാമിന്റെ പേര് CSE സിവിൽ സർവീസസ് എക്സാമിനേഷൻ എന്നാണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് UPSC ആണ്, അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. +2 കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഡിഗ്രി കൂടി ഉണ്ടെങ്കിൽ നമുക്ക് UPSC CSE എക്സാം എഴുതാവുന്നതാണ്. ജനറൽ കാറ്റഗറിക്ക് എക്സാം 32 വയസ്സ് വരെ എഴുതാം. 21 വയസ്സിൽ തുടങ്ങി 32 വയസ്സ് വരെയാണ്. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത് 6 ആണ്. OBC ആണെങ്കിൽ 35 വയസ്സ് വരെ 9 അറ്റംപ്റ്റ്സുകൾ ഉണ്ട് കേട്ടോ. SC STക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എക്സാം എഴുതാം. 37 വയസ്സ് വരെ എഴുതാവുന്നതാണ്. നമ്മൾ യൂഷ്വലി സാധാരണ കേൾക്കാറുള്ള വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഈ IAS, IFS, IPS ഇത് മാത്രമാണോ ഈ പരീക്ഷ പാസ്സായാൽ നമുക്ക് ആവാൻ സാധിക്കുക? അല്ല, ഒരുപാടധികം സർവീസസ് ഉണ്ട് ഈ ഒരു എക്സാമിന്റെ കീഴിൽ. ഓക്കെ, ഇനി എക്സാമിന്റെ ഒരു പാറ്റേണിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് 3 കടമ്പകളാണ് ഉള്ളത്. നമ്മൾ 3 കടമ്പകൾ, 3 സ്റ്റേജസ് ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം വരുന്നതാണ് പ്രിലിമിനറി സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു MCQ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ, ഒരു സംവിധാനമാണ്. 4 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. അതിലൊന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. നെഗറ്റീവ് മാർക്കിങ്സും ഉണ്ട്. അപ്പൊ പ്രിലിംസിന് 2 പേപ്പേഴ്സ് ആണുള്ളത്, GS പേപ്പറും CSAT പേപ്പറും. GS പേപ്പർ എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് പേപ്പർ ആണ്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 200 മാർക്കിന്റെ ഒരു പേപ്പർ ആണ്, 2 അവർ പരീക്ഷ. ഓക്കെ, CSAT എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് നേച്ചറിലുള്ള ഒരു പേപ്പറാണ്. അതിന് 33% മാർക്ക് മാത്രം മതി. CSATന് മുഴുവൻ മാർക്ക് ഒന്നും വേണ്ട. 80 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതും 200 മാർക്കിന്റെ ഒരു പേപ്പറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് CSATന് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് 33% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം മതി. അതായത് ഒന്ന് ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മൾ GSന് മുഴുവൻ ക്വസ്റ്റ്യൻസും നമുക്ക് ശരിയായി വന്നു, 200ൽ 200 മാർക്കും കിട്ടി. പക്ഷെ നമ്മൾ CSATല് ക്വാളിഫൈ ആയില്ല, CSAT പാസ്സായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിലിംസ് കടക്കാനായിട്ട് സാധിക്കില്ല. അതായത് പ്രിലിംസിന് CSAT ബേസിക് ആയിട്ടുള്ള 33% മാർക്ക് എന്തായാലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി GSന് നമുക്ക് ഹൈ സ്കോർ ആണോ, അതായത് പ്രിലിംസിന് മാർക്കിംഗ് വരുമല്ലോ, അത് എന്തിന്റെ ബേസിസിലാന്ന് വെച്ചാൽ കട്ട് ഓഫിന്റെ ബേസിസിലായിരിക്കും. ആ ഒരു വർഷം എഴുതുന്ന ആളുകളുടെ എത്ര ആളുകൾ അറ്റൻഡ് ചെയ്തു, അവർക്കൊക്കെ എത്ര മാർക്ക് ഉണ്ട്, അതിന്റെ ബേസിസിൽ ഒരു കട്ട് ഓഫ് വരും. അതിന്റെയൊക്കെ ബേസിസിലായിരിക്കും നമ്മൾ പ്രിലിംസ് പാസ്സാവുന്നത്. ഓക്കെ, പ്രിലിംസ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ പരീക്ഷയിലേക്ക് കടക്കാം. രണ്ടാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് മെയിൻസ് ആണ്. മെയിൻസ് എക്സാം പ്രിലിംസിനെ പോലെ MCQ ഒന്നും അല്ലാതെ ഡിസ്ക്രിപ്റ്റീവ് മോഡിൽ തന്നെ എഴുതണം. നമ്മൾ എഴുത്ത് പരീക്ഷയാണ് കേട്ടോ. 9 പേപ്പേഴ്സ് ആണ് ഇതിനുള്ളത്, ചില്ലറ പരിപാടിയല്ല. 9 പേപ്പേഴ്സ് ആണ്. ഈ മെയിൻസ് മുതലുള്ള മാർക്കാണ് നമ്മുടെ ഫൈനൽ എക്സാമിന് ആഡ് ചെയ്യുക. അതനുസരിച്ചാണ് നമ്മുടെ ലാസ്റ്റ് വരുന്ന സർവീസ് അലോക്കേഷൻ എല്ലാം നടക്കുക. പ്രിലിംസിന്റെ മാർക്ക് ജസ്റ്റ് മെയിൻസിലേക്ക് കടക്കാനുള്ള ഒരു എൻട്രി മാത്രമാണ്. പ്രിലിംസിന്റെ മാർക്ക് അത് അതോടെ കഴിഞ്ഞു. ഓക്കെ, മെയിൻസ് മുതലാണ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്. അതിലും ഒരു കാര്യമുണ്ട്, മെയിൻസിൽ 2 ക്വാളിഫയിങ് പേപ്പേഴ്സ് വരുന്നുണ്ട്. ആ ക്വാളിഫയിങ് പേപ്പേഴ്സിന്റെ മാർക്കും ഫൈനലിന് എടുക്കില്ല. ആ ക്വാളിഫയിങ് പേപ്പേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പർ ഉണ്ട്, അത് 300 മാർക്കിന്റെ ഒരു പേപ്പറാണ്. 30% മാർക്ക് മാത്രം മതി. അതുപോലെ ലാംഗ്വേജ് പേപ്പർ വരുന്നുണ്ട്. ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഏത് ലാംഗ്വേജ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമ്മൾ യൂഷ്വലി മലയാളീസ് മലയാളം ആയിരിക്കും. മേ ബി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹിന്ദി എടുക്കാം, തമിഴ് എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഏത് ലാംഗ്വേജ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതിന് 25% മാർക്ക് മാത്രം മതി. അതും 300 മാർക്കിന്റെ ഒരു പേപ്പറാണ്. ഓക്കെ, അപ്പൊ ക്വാളിഫയിങ് നേച്ചറിൽ ഈ 2 പേപ്പേഴ്സിന്റെ മാർക്ക് ഫൈനലിന് എടുക്കില്ല. പക്ഷെ അത് ക്വാളിഫയിങ് നേച്ചറാണ്. ഇത് രണ്ടും പാസ്സായാൽ മാത്രമേ നമ്മൾ മെയിൻസ് പാസ്സാവുള്ളൂ, ജസ്റ്റ് ലൈക്ക് CSAT. ഓക്കെ, അപ്പോൾ ഇനി മെയിൻസിലെ ബാക്കിയുള്ള പേപ്പേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് ആണ്. എന്ന് പറയുന്നത് 250 മാർക്കിന്റെ ഒരു പേപ്പറാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഇടാം, നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇനി വരുന്ന 2 പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഓപ്ഷണൽ പേപ്പേഴ്സ് ആണ്. ഓപ്ഷണൽ 250ന്റെ 2 പേപ്പേഴ്സ്, അതായത് ടോട്ടൽ 500 മാർക്കാണ് വരിക. പേപ്പർ 1 ആൻഡ് പേപ്പർ 2. ഈ ഓപ്ഷണൽ എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഓപ്ഷണൽ, നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് ചൂസ് ചെയ്യാമെന്നുള്ളതാണ്. 48 ടോപ്പിക്സ് അവരുടെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. 25 കോർ സബ്ജക്റ്റും 22 ലിറ്ററേച്ചർ പേപ്പേഴ്സും. അതായത് കോർ സബ്ജക്ട്സ് എന്ന് പറയുന്നത് ആന്ത്രപ്പോളജി, അഗ്രികൾച്ചർ, സോഷ്യോളജി, ജോഗ്രഫി, ഹിസ്റ്ററി, മാനേജ്മെന്റ്, സൈക്കോളജി, അങ്ങനെ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച എഞ്ചിനീയറിംഗ് പേപ്പേഴ്സ് വരെ അതിലുണ്ട്. മാത്തമാറ്റിക്സ് വരെ പേപ്പേഴ്സ് ആയിട്ടുണ്ട്. ഓഫീസേഴ്സ്, ടോപ്പ് റാങ്കിൽ വന്ന ഓഫീസേഴ്സ് മാത്സ് വരെ ഓപ്ഷനായിട്ട് എടുത്തവരുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് സാഹിത്യത്തിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത്, ഇംഗ്ലീഷ് സാഹിത്യം, മലയാളം സാഹിത്യം, അങ്ങനെയുള്ള 22 ലിറ്ററേച്ചർ പേപ്പേഴ്സ് അതിലുണ്ട്. പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ പേപ്പർ 1 ഹിസ്റ്ററി എടുത്തു, പേപ്പർ 2 ഞാൻ ജോഗ്രഫി എടുക്കട്ടെ, അങ്ങനെയല്ല.
ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന സബ്ജക്ട് ഏതാണ്? സോഷ്യോളജി ആണെങ്കിൽ സോഷ്യോളജിന്റെ പേപ്പർ 1ഉം പേപ്പർ 2ഉം, ആന്ത്രപ്പോളജി ആണെങ്കിൽ ആന്ത്രപ്പോളജിന്റെ പേപ്പർ 1ഉം പേപ്പർ 2ഉം അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, 250 ആണ് ഈച്ച് പേപ്പർ വിച്ച് ക്യാരീസ് 500 മാർക്സ്. ഞാൻ ഓപ്ഷണലിയും ക്ലാസ്സസ് ഇടാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ കൂടുതലും സോഷ്യോളജി ക്ലാസ്സസ് ആയിരിക്കും തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ വരുന്നത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് 9 പേപ്പേഴ്സിൽ ഇപ്പൊ നമ്മൾ എത്രണ്ണം കഴിഞ്ഞു? ക്വാളിഫയിങ് പേപ്പർ 2 കഴിഞ്ഞു, ഒരു എസ് എ പേപ്പർ കഴിഞ്ഞു, ഓപ്ഷണൽ 1, 2 കഴിഞ്ഞു. 5 പേപ്പേഴ്സ് കഴിഞ്ഞില്ലേ? ഇനി വരുന്ന 4 എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് പേപ്പർ ആണ്. GS1, GS2, GS3 ആൻഡ് GS4. ഈ GS1, 2, 3, 4 എന്ന് പറയുന്നത് എന്താണ്? ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, എത്തിക്സ് അങ്ങനെ വരുന്ന പേപ്പേഴ്സ് ആണ്. ഓക്കെ, 250 മാർക്കിന്റെ 4 പേപ്പേഴ്സ് ആണ്. ടോട്ടൽ 1000 മാർക്കിന്റെ പേപ്പേഴ്സ് ആണ് GS1, 2, 3, 4 എന്ന് പറയുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ സബ്ജക്ട്സ് ആണ് കവർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ സിലബസിന്റെ വീഡിയോ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാവുന്നതാണ്. ഇപ്പം ജസ്റ്റ് മനസ്സിലാക്കുക, ജനറൽ സ്റ്റഡീസ് പേപ്പർ ഇതാണ് മെയിൻ കോർ സബ്ജക്ട്സ് വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ 1000 മാർക്സ് അങ്ങനെ വന്നില്ലേ? അപ്പൊ ഈ ഒരു 9 എണ്ണവും പാസ്സായി കഴിഞ്ഞാൽ 1750 മാർക്കാണ് നമുക്ക് ടോട്ടൽ ആയിട്ട് വരിക. ഓക്കെ, ഈ 1750 മാർക്ക് നമ്മുടെ ക്വാളിഫയിങ് പേപ്പറിന്റെ മാർക്ക് ഞാൻ ആഡ് ചെയ്തിട്ടില്ല, ബാലൻസ് വരുന്ന മാർക്സ് ആണ്. ഇതും അതുപോലെ തന്നെ 275 മാർക്കിന്റെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ കൂടി വരുന്നുണ്ട്. ഈ ഇന്റർവ്യൂവിന് വേണ്ടി ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മോക്ക് ഇന്റർവ്യൂസ് എല്ലാം നടത്താറുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ മിക്ക ഓഫീസേഴ്സും അതിലെല്ലാം പങ്കെടുത്ത് ഉത്തരം കൊടുക്കുന്ന ഇഷ്ടം പോലെയുള്ള മോക്ക് ഇന്റർവ്യൂ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസ്പിറേഷൻ എല്ലാം കിട്ടാനായിട്ട് നല്ലതാണ്. ഇടയ്ക്കൊക്കെ നിങ്ങളൊക്കെ അതൊന്നും എടുത്ത് കാണണം കേട്ടോ. അപ്പൊ ആ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മളിപ്പോ ഏതൊരു ഇന്റർവ്യൂവിന് പോകുമ്പോഴും നമ്മുടെ കയ്യിലൊരു റെസ്യൂമേ ഉണ്ടാവില്ലേ, അതുപോലെ ഒരു സെറ്റപ്പാണ്. നമ്മൾ എന്താണ് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്ന ഒരു പേപ്പറാണ് ഡാഫ് എന്ന് പറയുന്നത്. അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോമാണ്. അതിന്റെ കോപ്പിയും ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും. അതിൽ നമ്മളെല്ലാം ഫിൽ ചെയ്ത് ഏതൊക്കെ സർവീസസ് ആണ് നമുക്ക് വേണ്ടത് അതിന്റെ ഒരു എല്ലാം നമുക്ക് അതിൽ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിന്റെ ഒരു വീഡിയോയും ഞാൻ പിന്നീട് ചെയ്യാവുന്നതാണ്. ഇന്റർവ്യൂവിന് എന്തൊക്കെയാണ്, അതിന്റെ ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട് എന്തൊക്കെയാണ്, അതെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അവസാനം 2025 മാർക്ക്, ഈ 1750ഉം 275ഉം കൂടി ചേർത്തിട്ടുള്ള മാർക്കാണ് വരിക. ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നവര് ഓൾ ഇന്ത്യ റാങ്ക് 1 എന്നൊക്കെ പറയുന്നവര് അവർ എന്ത് സർവീസ് ആണോ പ്രിഫർ ചെയ്യുന്നത് അവർക്ക് ആ ഒരു സർവീസ് തന്നെ അവർക്ക് കിട്ടും. അല്ലാത്തവർക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കിട്ടുന്ന സർവീസ് നമുക്ക് ചെയ്യേണ്ടി വരും. ഇതിന് ശേഷം ഇതെല്ലാം പാസ്സായി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ഒരു സ്ഥലമാണ് ലബാസ്ന എന്ന് പറയുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷനിലേക്ക് ട്രെയിനിങ്ങിനായിട്ട് നമ്മളെ കൊണ്ടുപോകും. UPSC ആസ്പിറൻസിന് ഏറ്റവും ഡ്രീം ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇത് കേട്ടോ. അപ്പൊ ഒരു 3 മാസത്തെ ഒരു ട്രെയിനിങ് ആണ് അവിടെ ഉണ്ടാവുക. അതിനുശേഷം അവരവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് സെന്റേഴ്സിലേക്ക് അവരെ അയക്കും. IAS വേണ്ടി തെരഞ്ഞെടുത്തവർ മാത്രമായിരിക്കും ഇവിടെ 2 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ചും നമുക്ക് വീഡിയോസ് എല്ലാം ചെയ്യാം. ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്താണ്, അവരുടെ ലൈഫ് എന്താണ്, റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരുപാട് ഡിഗ്നിറ്ററീസ് ആയിട്ടൊക്കെ നമുക്ക് നേരിട്ട് സംവദിക്കാനുള്ള അവസരങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ എന്തായാലും ഗോയിങ് ഫോർവേഡ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു ജേർണിയിൽ എന്റെ കൂടെ കൂടാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.